ബഫറിംഗ് അഥവാ ആവൃത്തി വിശകലനം. ഭൂവിവര സോഫ്റ്റ്വെയറുകളുടെ പ്രത്യേകതയായ ബഫർ ടൂൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു റോഡ് നിശ്ചിത അകലത്തിൽ വീതി കൂട്ടിയാൽ എത്ര വീടുകൾ നഷ്ടപ്പെടും, എത്ര സ്ഥലം വേണ്ടിവരും തുടങ്ങിയ കാര്യങ്ങൾ ആസൂത്രണത്തിനായി കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം റോഡ് ഉൾപ്പെടുന്ന പാളി തിരഞ്ഞെടുക്കുക. തുടർന്ന് വെക്ടർ, ജിയോ പ്രോസസിംഗ്, ബഫർ എന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. ബഫർ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ബോക്സ് പ്രത്യക്ഷമാകും. അതിൽ ഇൻപുട്ട് വെക്ടർ ലെയർ, മെയിൻ റോഡ് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത പാളി സെലക്ട് ചെയ്യുക. ബഫർ ഡിസ്റ്റൻസ്, നമ്മൾ എത്ര ദൂരമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ദൂരം, ഇവിടെ 10 മീറ്റർ നൽകുക. ഔട്ട്പുട്ട് ഷേപ്പ് ഫയൽ ബ്രൗസ് ചെയ്ത് അനുയോജ്യമായ പേര് നൽകുക. ഇവിടെ ബഫർ അണ്ടർസ്കോർ റോഡ് എന്നാണ് നൽകുന്നത്. പാളി സേവ് ചെയ്യുക. ഓക്കെ നൽകുമ്പോൾ പുതിയൊരു പാളി തയ്യാറാക്കട്ടെ എന്നുള്ള ചോദ്യം പ്രത്യക്ഷമാകും. അനുമതി നൽകുക. ഇടതുവശത്തെ ലെയർ ബോക്സിൽ ഏറ്റവും മുകളിലായി നമ്മൾ കൊടുത്ത പേരിലുള്ള പാളി പ്രത്യക്ഷമാണെന്ന് കാണാം. ആ പാളി സാവധാനം ഡ്രാഗ് ചെയ്ത് മെയിൻ റോഡിന് തൊട്ട് താഴെ സ്ഥാപിക്കുക. ചിത്രം സൂം ചെയ്യുക. റോഡിന്റെ ഇരുവശങ്ങളുമായി പുതിയ ഒരു പാളി പ്രത്യക്ഷമായിരിക്കുന്നത് കാണാം. ഇതിന്റെ നീളം അളന്നു നോക്കുന്നതിന് മെഷർ ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ ഇരുവശങ്ങളിലും 10 മീറ്റർ വീതം 10 10 20 മീറ്റർ എന്ന് കാണാവുന്നതാണ്. ഈ രീതിയിൽ പോയിന്റ്, പോളിഗൺ തുടങ്ങിയവയും ബഫർ ചെയ്യുവാൻ സാധിക്കും. ഈ റോഡ് ബഫർ ചെയ്യുന്നത് മൂലം എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എന്ന് കാണുന്നതിന് മെനു ബാറിലെ വെക്ടർ, ജിയോ പ്രോസസിംഗ്, ഇന്റർസെക്ട് ഓപ്ഷൻ എടുക്കുക. ഇൻപുട്ട് വെക്ടർ ലെയർ ഹൗസ് ആയി കൊടുക്കുക. ഇന്റർസെക്ട് ലെയർ ബഫർ അണ്ടർസ്കോർ റോഡ് അല്ലെങ്കിൽ ബഫർ ചെയ്ത പാളി തിരഞ്ഞെടുക്കുക. അനുയോജ്യമായ പേര് കൊടുത്ത് സേവ് ചെയ്യുക. ഓക്കെ നൽകുമ്പോൾ വീണ്ടും പുതിയ പാളി സൃഷ്ടിക്കുവാൻ അനുവാദം ചോദിക്കും. യെസ് നൽകുക. ലെയർ ബോക്സിൽ മുകളിലായി ആ പാളി പ്രത്യക്ഷമാകും. ആ പാളിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ തുറക്കുക. റോഡ് ബഫർ ചെയ്യുന്നത് മൂലം നഷ്ടപ്പെടുന്ന വീടുകളുടെ എണ്ണം ഒരു പട്ടികയായി കാണുവാൻ സാധിക്കും. സിംഗിൾ സെലക്ട് ടൂൾ ഉപയോഗിച്ച് ഓരോ വീടുകളും പ്രത്യേകമായും സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്. ആട്രിബ്യൂട്ട് ടേബിൾ നോക്കിയാൽ 6 വീടുകളാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നതെന്ന് കാണുവാൻ സാധിക്കും. ആയിരക്കണക്കിന് വീടുകളുള്ള ഒരു പ്രദേശത്ത് വളരെ എളുപ്പത്തിൽ ഒരു റോഡിന് വീതി കൂട്ടിയാൽ എത്ര വീടുകൾ നഷ്ടപ്പെടും, അതുപോലെ മെഷർ ടൂളിൽ മെഷർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ എത്ര സ്ഥലം കൂടുതലായി വേണം തുടങ്ങിയ വിവരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും.